സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ സുരേഷ് ഗോപി. സുരേഷ് ഗോപി വന്നത് ബി.ജെ.പി. രാഷ്ട്രീയത്തിലേക്കാണെങ്കിലും സിനിമയിൽ നിന്നും വന്നതുകൊണ്ടും നേരത്തെ അടിയുറച്ച ഒരു ബി.ജെ.പി. പ്രവർത്തകൻ അല്ലാതിരുന്നതുകൊണ്ടും ഈ കുറച്ചൊക്കെ മനുഷ്യപ്പറ്റ് പുള്ളിക്കുള്ളതായി തോന്നിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും തോന്നിയ കാര്യമല്ല പറഞ്ഞത്. സുരേഷ് ഗോപി ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിയ സമയത്തെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഈ തോന്നൽ മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. മാധ്യമ പ്രവർത്തകർക്കാണ് ഈ പുള്ളിയുടെ ഈ മാറ്റം ആദ്യം ദൃശ്യമായി തുടങ്ങിയത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. പ്ലീസ്. അത് CBIയോട് പറയും കേട്ടോ. മാറ്റൂ. പോലീസ് എന്തിനാ നിൽക്കുന്ന? ക്ലിയർ മൈ വേ പ്ലീസ്. ആളാവാൻ വരരുത്. പ്ലീസ് കീപ് അവേ ഫ്രം മീ. നോ ബോഡി ടച്ചിങ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിച്ച് വിജയിച്ച് ഇന്ന് ബി.ജെ.പി. മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രിയായി ഇരിക്കുന്ന സുരേഷ് ഗോപിയുടെ പ്രത്യേക പ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതേ രീതിയിൽ ഒട്ടും മാറ്റമില്ലാതെ മറ്റൊരു പ്രകടനം കൂടി കഴിഞ്ഞ ദിവസം നടന്നു. ആ പ്രകടനം നടത്തിയത് സുരേഷ് ഗോപി അല്ല, മറ്റൊരാളാണ്. പതുക്കെ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. കേരളത്തിലെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ പറയൂ. അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. അവിടെ ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഇല്ല ശുദ്ധ നുണയാണ്. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്. ഒരു നാണമില്ലാത്തൊരു ചാനലാ. മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നാണില്ലേ നിങ്ങൾക്ക്? ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ വ്യത്യസ്തമായ ആ മുഖം നമ്മൾ കണ്ടത്. തിരുമല അനിലിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ഏതു ചാനലാണ്? മതി, അവിടെ ഇരുന്നാൽ മതി എന്നിങ്ങനെ തുടക്കത്തിൽ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ശരീരത്തിൽ പെട്ടെന്നാണ് ഏതോ ആത്മാവ് കയറി കൂടിയത്. പിന്നെ കണ്ടത് മറ്റൊരു മുഖമാണ്. നീ നിന്നാ മതി അവിടെ, നീ ചോദിക്കരുത്, ഞാൻ മറുപടി തരില്ല. പിന്നെ ഇതായിരുന്നു സംസാര സ്റ്റൈൽ. ആത്മഹത്യ ചെയ്ത കൗൺസിലറാണ്. നിങ്ങൾ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്, ശുദ്ധ നുണയാണ് നിങ്ങൾ പറയുന്നത്, മരിച്ച ആളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ നാണമില്ലേ നിങ്ങൾക്ക്? രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിൽ നിന്നൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ കൈരളി ചാനലിനെ ഭയമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൈരളിയാണെന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും ഇത്രത്തോളം പ്രകോപിതരാകേണ്ട വല്ല കാര്യവുമുണ്ടോ? അത് സുരേഷ് ഗോപിയും ഈ രാജീവ് ചന്ദ്രശേഖരനും മാത്രമല്ല കേട്ടോ, ഈ കോൺഗ്രസിലെ സതീശനുമുണ്ട്. പക്ഷെ സതീശൻ തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഇവരെ പോലെ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. സത്യത്തിൽ ഇവർക്കൊക്കെ ഇത്രയും ദേഷ്യം തോന്നേണ്ട കാര്യം എന്താണ്? അതിനൊരു ഒറ്റ ഉത്തരമേയുള്ളൂ. CPM അനുകൂല ചാനലായ കൈരളിയും CPM മുഖപത്രമായ ദേശാഭിമാനിയും സജീവമായി ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് തന്നെ. എന്നാൽ ഇവരുടെയൊക്കെ ചാനലുകൾക്കും അതുപോലെ പത്രങ്ങൾക്കും ദേശാഭിമാനിയുടെയും കൈരളിയുടെയും 7 അയൽപ്പക്കത്ത് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഈ പ്രകടനത്തിന് ഇതുമാത്രമല്ല കാരണം, മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലിൽ ജീവനൊടുക്കിയ സംഭവത്തെ പൊതിഞ്ഞുകെട്ടിയെടുത്ത് CPMന്റെ തലയിൽ കൊണ്ടിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജിയും അദ്ദേഹത്തിന്റെ വലങ്കൈയായി നിലവിൽ പ്രവർത്തിക്കുന്ന ടോർച്ച് സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷ് ജിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
BJP കൗൺസിലർ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തത്. തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി അനിൽ 10,000 രൂപ മേശപ്പുറത്ത് വച്ച ശേഷമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യക്കുറിപ്പിലും ഈ പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത മുറിയിലെ മേശയിലാണ് പണം വച്ചത്. ശനിയാഴ്ച രാവിലെ 8:30 മണിയോടെ തിരുമലയിലുള്ള അദ്ദേഹത്തിൻ്റെ കൗൺസിലർ ഓഫീസിലാണ് ജീവനൊടുക്കിയത്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന ആരോപണവും ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ വിശ്വസിച്ച് കൂടെ നിന്ന പാർട്ടി തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് എന്ന് പറയാം. അത് വ്യക്തമായി ആത്മഹത്യക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ട് തന്നെയാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ ആത്മഹത്യയാണ് CPMന്റെ തലയിൽ കൊണ്ടിടാൻ രാജീവ് ചന്ദ്രശേഖർ ജി ശ്രമിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് കൺട്രോൾ പോയത് മറ്റൊരു കാരണം കൊണ്ടാണ്. രാജീവ് ജിയെ സംബന്ധിച്ച് കുറച്ച് ഗൗരവമുള്ള കാരണം തന്നെയാണത്. ഏകദേശം ഒരാഴ്ച മുൻപാണ് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വന്നത്. സംസ്ഥാന BJPയിൽ ദൂർത്തെന്ന് പരാതി എന്നായിരുന്നു മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ആ വാർത്തയിൽ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് 2.25 കോടിയായതായി വിവരമെന്നാണ് വാർത്തയിൽ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മുൻ പ്രസിഡന്റുമാരുടെ കാലത്ത് 35 ലക്ഷം രൂപയായിരുന്നു ചെലവ് എന്നുള്ള കാര്യം. പണച്ചെലവ് 4 ഇരട്ടി കൂടിയെന്ന് കാണിച്ച് ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ചിരിക്കുകയാണ് എന്നാണ് വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഓഫീസ് സെക്രട്ടറിയും ട്രഷററും BJP ദേശീയ നേതൃത്വത്തെ ചെലവിൻ്റെ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. അനാവശ്യ ദൂർത്താണെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. തീർന്നില്ല. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം സോഷ്യൽ മീഡിയ ടീമിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഹോട്ടൽ റൂമുകൾ, സോഷ്യൽ മീഡിയ എന്നീ ചെലവുകളിലാണ് വർധനവ്. പഴയ സ്റ്റാഫുകളുടെ ഇരട്ടി ശമ്പളത്തിൽ പുതിയ സ്റ്റാഫുകളെ നിയമിച്ചുവെന്ന പരാതിയും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. K. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇറങ്ങുമ്പോൾ 35 കോടി ഉണ്ടായിരുന്ന നീക്കിയിരിപ്പ് ഇപ്പോൾ 17 കോടിയായി കുറഞ്ഞുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയുടെ ഉള്ളടക്കം. മാത്രമല്ല, മലയാളത്തിൽ മിക്കവാറുമുള്ള എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയിൽ പറയുന്ന ഈ വിഷയം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടിച്ചേർന്നു എന്നുള്ളതാണ് കേരളത്തിലെ BJPയെ ഇപ്പോൾ പ്രതിസന്ധിയിൽ നിർത്തുന്നത്. അതായത് BJP സംസ്ഥാന കമ്മിറ്റി അനാവശ്യ ചെലവുകൾക്ക് പണം വാരിക്കോരി ചെലവഴിക്കുമ്പോൾ BJPയുടെ ഒരു പ്രധാന നേതാവ്, അതായത് അടുത്ത തവണ BJP അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു BJP മെമ്പർ, അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം കാണുന്നില്ല എന്നുള്ളത് സംബന്ധിച്ചാണ് പ്രശ്നം ഉടലെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്നും BJP ദേശീയ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ. അത് 1-2 പരാതികളല്ല. BJP കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. അതേസമയം രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം BJP സംസ്ഥാന കമ്മിറ്റി പണം അനാവശ്യമായി ദൂർത്തടിക്കുകയാണെന്നും ചെലവ് ക്രമാതീതമായി കുതിച്ചുയരുന്നു എന്നും കാണിച്ച് മുൻപ് ദേശീയ നേതൃത്വത്തിന് മറ്റൊരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയിൽ BJP നേതൃത്വം അന്വേഷണം നടത്താനിരിക്കെയാണ് BJP കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വീണ്ടും എത്തുന്നത്. ഇതോടെ കേരളത്തിലെ BJPയുടെ അനാവശ്യ ദൂർത്ത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം അന്വേഷണം നടത്താൻ തീരുമാനിച്ചു എന്നാണ് വിവരങ്ങൾ. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധികാരം ഏറ്റെടുത്തതോടെ പതുക്കെ പിന്നിലേക്ക് തള്ളപ്പെട്ട BJPയിലെ ഒരു വിഭാഗമാണ് പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതും ഇപ്പോൾ ആ പരാതിയിൽ നടപടി ഉണ്ടാകാൻ പോകുന്നതും. കേരള BJPയിൽ തുടർന്നു വരുന്ന നടപ്പ് രീതികളെയൊക്കെ മാറ്റിയെഴുതി പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിനിടയിലാണ് BJP നേതാവിൻ്റെ ആത്മഹത്യയും എത്തിയത്. അനാവശ്യ ദൂർത്തുകൾ കുറച്ച് ആ പണം ഒരു BJP നേതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ചെലവഴിക്കാത്തതെന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ BJP പ്രവർത്തകരിൽ നിന്നും ഉയരുന്നതും. BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇതുവരെ കിട്ടിയ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര നേതൃത്വം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ മാധ്യമപ്രവർത്തകരെ കാണാനെത്തിയത്. ഈ സമയത്തുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖറിനെ പ്രകോപിപ്പിച്ചത്. സത്യമാണ്, നമ്മളാകെ പെട്ടു നിൽക്കുന്ന അവസരത്തിൽ മുനവച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ തീർച്ചയായും പ്രകോപിതനാകും. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊക്കെ കരുതും BJP നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനാകുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ
രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ലല്ലോ പ്രകോപിതനാകാനുള്ളത്. ആത്മഹത്യ ചെയ്ത BJP നേതാവിനോട് രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ ബന്ധമുള്ള പല നേതാക്കളെയും ആ പത്രസമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിറകിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും ചിരിച്ചു മറിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പ്രകോപിതനായത് രാജീവ് ചന്ദ്രശേഖർ മാത്രമേയുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സംസ്ഥാന പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ച സംഭവം മറ്റെന്തോ ആണെന്ന്. സംസ്ഥാന പ്രസിഡന്റിനെ മാത്രം ബാധിക്കുന്ന എന്തോ വിഷയം. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അവസാനമായി ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഏത് ചാനലാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തക കൈരളി ചാനലാണെന്ന് പറയുന്നുണ്ട്. പിറകിൽ നിൽക്കുന്ന എല്ലാവരും നന്നായി ചിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ചേട്ടൻ്റെ ചിരി, അതൊരു വല്ലാത്ത ചിരി തന്നെയായിരുന്നു. BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യമെന്ന് ആരെങ്കിലും ആ ചേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.